അങ്ങ് ഗാസയിൽ എന്തെങ്കിലും നടന്നാൽ ഒരു കാക്ക കറണ്ടടിച്ച് ചത്താൽ ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണം എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗാസയ്ക്ക് വേണ്ടി ഫണ്ട് പിരിക്കുക, ഗാസയ്ക്ക് വേണ്ടിയും ലോക സമാധാനത്തിന് വേണ്ടിയും പൈസ കൊടുക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കലാപരിപാടികളും നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അതേസമയം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാൽ ആരും ഇവിടെ അനങ്ങി കാണുന്നില്ല, ആരും ഒരു വാർത്ത ചെയ്യുന്നത് കാണുന്നില്ല, ആരും ഇവിടെ മെഴുകുതിരി കത്തിക്കുന്നത് കാണുന്നില്ല, ആരും ഇവിടെ സാംസ്കാരിക സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് കാണുന്നില്ല, ആർക്കും ഇവിടെ നോവൽ എഴുതണ്ട, കഥ എഴുതണ്ട, കവിത എഴുതണ്ട, ഒന്നും ചെയ്യണ്ട. ഹിന്ദുക്കളെ പച്ചയ്ക്ക് കത്തിച്ച് കെട്ടിത്തൂക്കി വെട്ടിക്കൊല്ലുമ്പോൾ ഇവിടെ ആർക്കും യാതൊരുവിധ പ്രശ്നവുമില്ല. അതൊക്കെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്നതാണ് എന്നാണ് ചില ആൾക്കാർ ഇവിടെ ഇരുന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ യൂനസ് സർക്കാർ ഹിന്ദുക്കളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിൻ്റെ മറ്റൊരു റിപ്പോർട്ട് കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ഹിന്ദുക്കളുടെ പ്രധാന ഉത്സവമായിട്ടുള്ള 4 ഉത്സവങ്ങൾക്ക് നിങ്ങൾ വീട്ടിലിരിക്കാൻ പാടില്ല, നിങ്ങളുടെ അവധി റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് യൂനസ് സർക്കാർ പറയുന്നത്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരായിട്ടുള്ള യൂനസ് 2026 ഔദ്യോഗിക അവധി ദിനങ്ങളുടെ പട്ടിക പ്രഖ്യാപിച്ചപ്പോഴാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. ഈ പട്ടിക രാജ്യത്ത് മതപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പുതിയ പട്ടിക പ്രകാരം സരസ്വതി പൂജ, ജന്മാഷ്ടമി, മഹാലയ തുടങ്ങിയ പ്രധാന ഹിന്ദു ഉത്സവങ്ങൾക്ക് അവധി നൽകിയിട്ടില്ല. ഇതിനു പുറമെ ബുദ്ധപൂർണിമ, തൊഴിലാളി ദിനം, മെയ് ദിനത്തിനും അവധി നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അറ്റ്ലീസ്റ്റ് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെങ്കിലും ഇതിൽ പ്രതിഷേധിച്ച് നമുക്ക് കാണണ്ടേ. കാരണം മെയ് ദിനം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ ഉത്സവമല്ലേ, അവർ പോലും പ്രതിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സർക്കാരിൻ്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ എല്ലാ ഉത്സവങ്ങളിലും സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറന്നിരിക്കും. യൂനസ് സർക്കാർ ഹിന്ദുക്കളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണെന്നും ഈ തീരുമാനങ്ങൾ മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്നും ആളുകൾ ആരോപിക്കുന്നു. റംസാനും ഈദുൽ ഫിത്തറിനും അവധി നൽകിയിട്ടുണ്ടെങ്കിലും മുമ്പത്തേതിനേക്കാൾ ദിവസങ്ങളുടെ എണ്ണവും കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട്. എന്തായാലും ഭാഷാ രക്തസാക്ഷി ദിനം ഫെബ്രുവരി 21 സംബന്ധിച്ചാണ് ഏറ്റവും വലിയ വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. ഔദ്യോഗിക അവധി ദിനങ്ങളുടെ പട്ടികയിൽ ഈ ദിവസം എവിടെയും പരാമർശിച്ചിട്ടില്ല. 1952 ഭാഷാ പ്രസ്ഥാനം ബംഗ്ലാദേശിന്റെ നിർമ്മാണത്തിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ഭാഷാ പ്രസ്ഥാനത്തിന്റെ ചിഹ്നങ്ങൾ മായ്ച്ചു കളയാൻ സർക്കാർ ആഗ്രഹിക്കുന്നുവെന്ന് പലരും ആരോപിക്കുന്നു. നേരത്തെയും വിമോചന സമരവുമായും ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാനുമായും ബന്ധപ്പെട്ട നിരവധി വർഷങ്ങൾ ചരിത്രത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ യൂനസ് സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ളതും വിവാദമായിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.